ചില പ്രണയങ്ങൾ അവസാനിക്കുന്നില്ല, അവ മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രണയകഥയാണ്. പക്ഷേ ഇത് വെറും രണ്ടാളുകളുടെ കഥയല്ല, സ്നേഹിച്ചിട്ടും ഒരുമിക്കാനാകാതെ പോയ പലരുടെയും കഥയാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ആദിൽ എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. ശാന്ത സ്വഭാവം, അധികം സംസാരിക്കാത്ത ഒരാൾ. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടി കടന്നു വന്നു. ഒരു ചെറിയ പരിചയം പതിയെ സൗഹൃദമായി. ആ സൗഹൃദം അറിയാതെ പ്രണയമായി മാറി. രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജിൽ തുടങ്ങി രാത്രി ഗുഡ് നൈറ്റ് പറയാതെ ഉറങ്ങാൻ കഴിയാത്ത ദിവസങ്ങൾ. അവർ സ്വപ്നങ്ങൾ പങ്കുവച്ചു, ഭാവിയെക്കുറിച്ച് സംസാരിച്ചു, ഒരുമിച്ച് ജീവിക്കാനുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സിൽ പണിതു. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും കഥകളെ പോലെയല്ല. ഒരു ദിവസം മുതൽ ഫാത്തിമയുടെ മെസ്സേജുകൾ കുറയാൻ തുടങ്ങി, കോളുകളും കുറഞ്ഞു. അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് അതിൽ മനസ്സിലായി. എങ്കിലും അവൻ കാത്തിരുന്നു. ഒരു ദിവസം ഫാത്തിമ പറഞ്ഞു, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ വഴികൾ ഒരുമിച്ച് പോകില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം അതിൻ്റെ ലോകം നിശ്ചലമായി പോയി. അവൻ അവളെ വെറുത്തില്ല, കുറ്റപ്പെടുത്തിയില്ല, കാരണം യഥാർത്ഥ സ്നേഹം പ്രതികാരം പഠിപ്പിക്കില്ല. മാസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും അവളെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ പഴയ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു, ഫോട്ടോകൾ മാറ്റിവെച്ചു. പക്ഷെ ഓർമ്മകൾ അവ ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു വൈകുന്നേരം മഴ പെയ്യുന്ന സമയത്ത് അവൻ ഒരിക്കൽ അവർ ഒരുമിച്ചിരുന്ന ബെഞ്ചിന് സമീപം ചെന്നു. അവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ കാര്യം മനസ്സിലായി. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നും കൂട്ടിരിക്കാനല്ല, നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാക്കാനാണ്. ആ തിരിച്ചറിവ് അവനെ മാറ്റി. അവൻ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് തിരിഞ്ഞു, കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു, ജീവിതത്തെ വീണ്ടും സ്നേഹിക്കാൻ പഠിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവൻ ഫാത്തിമയെ അതിശയമായി കണ്ടു. ഇവർ പുഞ്ചിരിച്ചു. പരാതികളില്ല, പകയില്ല, നന്ദി മാത്രം. കാരണം ഒരിക്കൽ അവർ പരസ്പരം ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചമായിരുന്നു. ഈ കഥയുടെ സന്തോഷം എന്താണെന്ന് അറിയാമോ? നിന്നെ സ്നേഹിക്കുന്നവരെ വിലമതിക്കൂ. പോകാൻ തീരുമാനിച്ചവരെ ബലമായി പിടിച്ചു നിർത്താൻ പാടില്ല. യഥാർത്ഥ സ്നേഹം ചിലപ്പോൾ സ്വന്തമാക്കാനുള്ളതല്ല, സന്തോഷത്തോടെ വിടാൻ പഠിക്കുന്നതിലാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ഒരാളുടെ ഓർമ്മയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബലഹീനതയല്ല, ഒരിക്കൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ആ വ്യക്തിയെ മനസ്സിൽ ഒരിക്കൽ നന്ദിയോടെ ഓർക്കൂ. വീണ്ടും മറ്റൊരു ഹൃദയസ്പർശിയായ കഥയുമായി കാണാം. താങ്ക് യു.